അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഖുർആൻ പഠനം 1159. സൂറത്തു മാഇദ 111 മുതൽ 115 കൂടിയ സൂക്തങ്ങൾ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وإذ أوحيت إلى الحواريين أن آمنوا بي وبرسولي قالوا آمنا واشهد بأننا مسلمون. إذ قال الحواريون يا عيسى ابن مريم هل يستطيع ربك أن ينزل علينا مائدة من السماء قال اتقوا الله إن كنتم مؤمنين. قالوا نريد أن نأكل منها وتطمئن قلوبنا ونعلم أن قد صدقتنا ونكون عليها من الشاهدين. قال عيسى ابن مريم اللهم ربنا أنزل علينا مائدة من السماء تكون لنا عيدا لأولنا وآخرنا وآية منك وارزقنا وأنت خير الرازقين. قال الله إني منزلها عليكم فمن يكفر بعد منكم فإني أعذبه عذابا لا أعذبه أحدا من العالمين. صدق الله العظيم. بسم الله والحمد لله والصلاة والسلام على سيدنا محمد وآله وصحبه ومن تبعهم بإحسان إلى يوم الدين. أما بعد. وإذا أوحيت إلى الحواريين. ഹവാരിയുകൾ എന്ന വിഭാഗത്തിലേക്ക് നാം വഹീ നൽകിയ സന്ദർഭം ഓർക്കുക. അൻ ആമിനു ബി ഒബി റസൂലി, എന്നെക്കൊണ്ടും എന്റെ ദൂതനെക്കൊണ്ടും അഥവാ ഈസാ അലൈഹി ഇസ്ലാമിനെ കൊണ്ടും നിങ്ങൾ വിശ്വസിക്കുക എന്ന് വഹീ നൽകി. ഖാലു, ഹവാരിയുകൾ പറഞ്ഞു, ആമന്ന, നിശ്ചയം ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. വഷ്ഹദ് ബി അന്നനാ മുസ്ലിമൂൻ, ഞങ്ങൾ നിന്നെ അനുസരിച്ചവരാണ് എന്നതിന് നീ സാക്ഷിയാവണം അല്ലാഹുവേ എന്ന്. ഇത് ഖാലൽ ഹവാരിയൂന, ഹവാരിയുകൾ പറഞ്ഞ സന്ദർഭം സ്മരണീയമാണ്. യാ ഈസ ഇബ്ന മറിയം, ഓ ഈസാ അലൈഹിസ്സലാമേ, ഹൽ യസ്തതിഉ റബ്ബുക, തങ്ങളുടെ നാഥന് സാധിക്കുമോ, അൻ യുനസ്സില അലൈനാ മാഇദത്തും മിനസ് സമാ, ആകാശത്തുനിന്ന് ഞങ്ങൾക്കൊരു ഭക്ഷണത്തളിക ഇറക്കിത്തരാൻ. ഖാല, ഈസാ അലൈഹിസ്സലാം പറഞ്ഞു, ഇത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവെ സൂക്ഷിക്കണം, ഇൻ കുന്തും മുഅ്മിനീൻ, നിങ്ങൾ സത്യവിശ്വാസികളാണെങ്കിൽ. അതായത് ഇவ்விதം പ്രകോപനപരമായ ചോദ്യങ്ങൾ ചോദിക്കരുത്. ഖാലു, അവർ പറഞ്ഞു, നുരീദു അൻ നഅകുല മിൻഹ, ഞങ്ങൾ പ്രകോപനപരമായ ചോദ്യം ചോദിച്ചതൊന്നുമല്ല, ആ ഭക്ഷണത്തളികയിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നു. വതത്മഇന്ന ഖുലൂബുന, ഞങ്ങളുടെ ഹൃദയങ്ങൾക്ക് സമാധാനമുണ്ടാവാനും ഞങ്ങൾ ഉദ്ദേശിക്കുന്നു. വനഅലമ അൻ ഖദ് സദഖതന, നിങ്ങൾ പറഞ്ഞത് സത്യം തന്നെയാണ് എന്ന് ഞങ്ങൾക്ക് അനുഭവത്തിൽ അറിയാനും ഞങ്ങൾ ഉദ്ദേശിക്കുന്നു. വനകൂന അലൈഹാ മിനശ് ഷാഹിദീൻ, അങ്ങനെ ഒരു അത്ഭുതം വരുന്നതിന് ഞങ്ങൾ സാക്ഷികളാവാനും ഞങ്ങൾ ഉദ്ദേശിക്കുന്നു. അതുകൊണ്ട് ചോദിച്ചതാണ്, അല്ലാതെ ധിക്കാരത്തിന്റെ സ്വരത്തിൽ ചോദിച്ചതല്ല എന്ന്. ഖാല ഈസ ഇബ്നു മറിയം, അപ്പോൾ മറിയമിന്റെ പുത്രൻ ഈസാ അലൈഹിസ്സലാം പറഞ്ഞു, അല്ലാഹുമ്മ, അല്ലാഹുവേ, റബ്ബന അൻസിൽ അലൈനാ മാഇദത്തൻ മിനസ് സമാ, ഞങ്ങളുടെ നാഥ, ഞങ്ങളുടെ മേലിൽ ആകാശത്തുനിന്ന് ഒരു ഭക്ഷണത്തളിക ഇറക്കിത്തരേണമേ. തകൂനു ലനാ, ആ ഭക്ഷണത്തളിക ഞങ്ങൾക്ക് ആവും, ഈദല്ലി അവ്വലിന വ ആഖിരിന, ഞങ്ങളിൽ നിന്നുള്ള ആദ്യകാലക്കാർക്കും അവസാനകാലക്കാർക്കും ഒരു ഉത്സവ ദിവസമാകും, ആഘോഷ ദിനമാകും. വായത്തം മിങ്ക, നിന്നിൽ നിന്നുള്ള ഒരു ദൃഷ്ടാന്തവുമാകും. അவ்விதത്തിലുള്ള ഒരു ഭക്ഷണത്തളിക നീ ഞങ്ങൾക്ക് ഇറക്കിത്തരേണമേ. വർസുഖന, ഞങ്ങൾക്ക് നീ അന്നം നൽകുകയും ചെയ്യണമേ. വ അൻത ഖൈറു റാസിഖീൻ, നീയാണ് അന്നദാതാക്കളിൽ ഏറ്റവും ഉത്തമൻ. ഖാലല്ലാഹ്, അല്ലാഹു പറഞ്ഞു, ഇന്നി മുനസ്സിലുഹാ അലൈക്കും, നിങ്ങളുടെ മേലിൽ നിശ്ചയം ഞാൻ ആ ഭക്ഷണത്തളിക ഇറക്കിത്തരും. പക്ഷെ ഫമൻ യക്ഫുർ ബഅദു മിൻകും, അതിനുശേഷം നിങ്ങൾ ആരെങ്കിലും സത്യനിഷേധിയായി പോയാൽ ഫഇന്നി ഉഅദ്ദിബുഹു, നിശ്ചയം അവൻ ഞാൻ ശിക്ഷിക്കുക തന്നെ ചെയ്യും.
അദാബൻ ലാ ഉഅസിബുഹു അഹദൻ മിനൽ ആലമീൻ, ലോകത്ത് മറ്റൊരാളെയും ശിക്ഷിക്കാത്ത അത്ര ഗൗരവത്തിൽ ഞാൻ അവനെ ശിക്ഷിക്കുക തന്നെ ചെയ്യും. കാരണം നിങ്ങൾ ആവശ്യപ്പെട്ട തെളിവ് നിങ്ങൾക്ക് തന്നതിനു ശേഷവും നിഷേധത്തിന്റെയും ധിക്കാരത്തിന്റെയും മനസ്ഥിതി തുടരുന്നത് അത് തീരെ പൊറുപ്പിക്കാനാവാത്ത ധിക്കാരമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. ബഹുമാനപ്പെട്ട ഖുർആൻ ഇവിടെ സൂചിപ്പിക്കുന്ന സംഗതികൾ, മഹാനായ ഈസാ അലൈഹിസ്സലാമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചെറുപ്പത്തിൽ മുതൽ തന്നെ വലിയ അനുഗ്രഹങ്ങൾ നൽകി ആദരിച്ചു എന്ന കൂട്ടത്തിൽ ഈസാ അലൈഹിസ്സലാമിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്തു കൊടുത്ത മറ്റൊരു അനുഗ്രഹമാണ് പറയുന്നത്. ഹവാരിയുകൾ എന്ന് പറയുന്ന വിഭാഗം, അപ്പോസ്തലന്മാർ എന്ന പേരിൽ അറിയപ്പെടുന്ന മഹാനായ ഈസാ അലൈഹിസ്സലാമിന്റെ സന്തത സഹചാരികളും അതേപോലെ കടുത്ത സഹായികളും കട്ട സപ്പോർട്ടേഴ്സുമായിട്ടുള്ള വിഭാഗം, അവരാണ് ഹവാരിയുകൾ എന്ന് പറയുന്നത്. അവരിലേക്ക് വൈദ് ഔഹൈതു ഇലൽ ഹവാരിയീൻ, ഹവാരിയുകളിലേക്ക് നാം വഹയി അറിയിച്ച സന്ദർഭം, അപ്പോൾ നിങ്ങൾക്ക് ചെയ്തു തന്ന അനുഗ്രഹവും ഓർക്കണം എന്നാണ് ഇവിടെ അള്ളാഹു പറയുന്നത്. എന്താണ് ഹവാരിയുകൾക്ക് വഹയി നൽകുക എന്നാൽ? അവർ പ്രവാചകന്മാരല്ലല്ലോ. പ്രവാചകന്മാരല്ലാത്തവർക്ക് വഹയി നൽകലുണ്ടോ? ഇവിടെ പറഞ്ഞ വഹയി എന്നതിന്റെ ഉദ്ദേശം എന്താണ്? ഇബ്നു കസീർ തന്റെ തഫ്സീറിൽ പറഞ്ഞു, ഇന്നൽ മുറാദ ബിഹാദൽ വഹയി, ഈ വഹയി കൊണ്ടുള്ള ഉദ്ദേശം വഹയു ഇൽഹാമിൻ, അവരുടെ മനസ്സിൽ അല്ലാഹു തആല തോന്നിപ്പിച്ചു കൊടുക്കുക എന്ന അർത്ഥത്തിലുള്ള വഹയാണ്. ആ അർത്ഥത്തിൽ വഹയി എന്ന പദപ്രയോഗം ഖുർആനിൽ പലരെക്കുറിച്ചും നടത്തിയിട്ടുണ്ട്. കമാ ഖാല തആല, അല്ലാഹു പറഞ്ഞതുപോലെ, വഔഹൈനാ ഇലാ ഉമ്മി മൂസാ അൻ അർളിഇ, മൂസാ നബി അലൈഹിസ്സലാമിന്റെ ഉമ്മക്ക് നമ്മൾ വഹയി നൽകി, അൻ അർളിഇ, കുട്ടിക്ക് മുലയൂട്ടിക്കോളൂ, പെറ്റ് പോറ്റിക്കോളൂ എന്ന്. അപ്പൊ ഇവിടെ മൂസാ നബി അലൈഹിസ്സലാമിന്റെ ഉമ്മാക്ക് നൽകിയ വഹയി എന്ന് പറയുന്നത് എന്താണ്? അത് വഹുവ വഹയു ഇൽഹാമിൻ ബിലാ ഖിലാഫിൻ, ഉമ്മാന്റെ മനസ്സിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തോന്നിപ്പിച്ചു കൊടുത്ത ഇൽഹാമാണ് എന്നത് പണ്ഡിതന്മാർക്കിടയിൽ തർക്കമില്ലാത്തതാണ്. അതേപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞല്ലോ, കമാ ഖാല തആല, അല്ലാഹു പറഞ്ഞു, വഅൗഹാ റബ്ബുക ഇലൻ നഹ്ലി അനിത്തഖിദി മിനൽ ജിബാലി ബുയൂതാ, നാം തേനീച്ചക്ക് വഹയി നൽകി തങ്ങളുടെ നാഥൻ എന്ന് അല്ലാഹു പറയുന്നു. തേനീച്ചക്ക് വഹയി നൽകി എന്ന് പറഞ്ഞാൽ തേനീച്ചനെ പ്രവാചകന്മാരാക്കി എന്നൊന്നുമല്ലല്ലോ അർത്ഥം. മറിച്ച് ആ തേനീച്ചകൾക്ക് അല്ലാഹു തആല തോന്നിപ്പിച്ചു കൊടുത്തു, ദിശാബോധം നൽകി എന്നാണ്. എന്നതുപോലെ ഹവാരിയുകൾക്ക് വഹയി നൽകി എന്ന് പറഞ്ഞാൽ അവരുടെ മനസ്സിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തോന്നിപ്പിച്ചു കൊടുത്തു. എന്ത്? അൻ ആമിനു ബി വബി റസൂലി, എന്നെ കൊണ്ടും എന്റെ ദൂതൻ ഈസാ അലൈഹിസ്സലാമിനെ കൊണ്ടും നിങ്ങൾ വിശ്വസിക്കണമെന്ന് തോന്നിപ്പിച്ചു കൊടുത്തു. അപ്പൊ ഖാലു, അവര് പറഞ്ഞു, ആമന്ന, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്ന്. വശ്ഹദു ബി അന്നാ മുസ്ലിമൂൻ, ഞങ്ങൾ വിശ്വാസികൾ, ബി അന്നനാ മുസ്ലിമൂൻ, ഞങ്ങൾ നിശ്ചയം വിശ്വാസികളാണ് എന്നതിന് അല്ലാഹുവേ നീ ഞങ്ങൾക്ക് സാക്ഷിയാവുകയും വേണമെന്നവർ പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ഐ ഉൽഹിമു ദാലിക, അവരുടെ മനസ്സിൽ അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് തോന്നിപ്പിക്കപ്പെട്ടു. ഫംതസലൂ മാ ഉൽഹിമു, അവർക്ക് ഇൽഹാമ് നൽകപ്പെട്ട തോന്നിപ്പിക്കപ്പെട്ട ആ യാഥാർത്ഥ്യത്തിന് അവർ വഴങ്ങിക്കൊടുക്കുകയും അതിനനുസരിക്കുകയും ചെയ്തു. അല്ലാഹു തആല അവരുടെ മനസ്സിൽ അങ്ങനെ തോന്നിപ്പിച്ചു. ആ തോന്നിപ്പിച്ചതിന് അവർ വഴങ്ങിക്കൊടുക്കുകയും അവരതിന് വഴിപ്പെടുകയും ചെയ്തു എന്നാണ് ഇവിടുത്തെ ഉദ്ദേശം. ഒന്നുകിൽ അല്ലെങ്കിൽ ചില പണ്ഡിതന്മാർ പറയുന്നു, ഇതാണ് ഏറ്റവും പ്രബലമായിട്ടുള്ള വ്യാഖ്യാനം. മറ്റൊരു അഭിപ്രായം ഇവിടെ പണ്ഡിതന്മാർ പറയുന്നുണ്ട്, എന്ത്? ഇങ്ങനെയും ആകാം. വൈദാ വഹൈതു ഇലൈഹിം ബിവാസിതതിക ഫദഅഉതഹും ഇലൽ ഈമാനി ബില്ലാഹി വബിറസൂലി വസ്തജാബു ലക വൻഖാദു വതബഉക. ഈസാ അലൈഹിസ്സലാം എന്ന പ്രവാചകർ മുഖേന അല്ലാഹു തആല അവരെ ക്ഷണിച്ചു. അവർ ക്ഷണിച്ചപ്പോൾ ആ ക്ഷണം അവർ സ്വീകരിച്ചു. അതിനെക്കുറിച്ച് ഇൽഹാം എന്ന് പറഞ്ഞതും ആകാം. പക്ഷെ അതല്ല, നേരെ അവരുടെ മനസ്സിൽ അല്ലാഹു തആല തോന്നിപ്പിച്ചു എന്നതാണ്. അല്ലാഹു അവന്റെ ഇഷ്ടദാസന്മാർക്ക് അറിവ് നൽകുന്നതിന്റെ ഒരു മാർഗമാണ് ഇൽഹാമു എന്ന് പറയുന്നത്. അപ്പൊ സാധാരണ ഒരാൾക്ക് ലഭ്യമാകാത്ത വിധത്തിലുള്ള അംഗീകാരങ്ങൾ, അതേപോലെ തന്നെ സൗകര്യങ്ങൾ അത്തരക്കാരുടെ മനസ്സിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തോന്നിപ്പിക്കുക എന്ന് പറയുന്നതൊക്കെ ഇസ്ലാമികമായി സ്ഥിരീകരിക്കപ്പെട്ട സംഗതിയാണ്. അങ്ങനെ തോന്നിപ്പിച്ചാൽ അവർക്ക് വലിയ വിവരങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകും, വലിയ അറിവുകൾ അല്ലാഹു നൽകും. അങ്ങനെ അറിവുകൾ കിട്ടിയ ആളുകൾക്ക് സാധാരണക്കാർക്കില്ലാത്ത വിധത്തിലുള്ള വളരെ വിപുലമായിട്ടുള്ള വൈജ്ഞാനികമായ ഉന്നതി ഉണ്ടാകും. അവരുടെ പ്രഖ്യാപനങ്ങളും അതേപോലെ തന്നെ അവരുടെ സംസാരങ്ങളും കേൾക്കുമ്പോൾ ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു എന്ന് നമ്മൾ ആശ്ചര്യപ്പെടും.
പക്ഷെ അള്ളാഹു അന്റെ ഇഷ്ടദാസന്മാർക്ക് അவ்விധത്തിലുള്ള സംവിധാനം നൽകുന്നുണ്ട്. ഈസാ അലൈഹിസ്സലാമിന്റെ ഹവാരിയുകൾ എന്ന് പറയുന്ന സഹായികൾ, അപ്പോസ്തലന്മാർ, അവർക്ക് അള്ളാഹു ഇவ்விധത്തിലുള്ള അനുഗ്രഹം നൽകിയിരുന്നു എന്നാണ്. ഇനി ഇദ്ഖാലൽ ഹവാരിയൂന, ഈ ഹവാരിയുകൾ പറഞ്ഞ സന്ദർഭം ഓർക്കുക. യാ ഈസ ഇബ്നു മറിയം, ഓ മറിയമിന്റെ പുത്രൻ ഈസാ അലൈഹിസ്സലാമേ, ഹൽ യസ്തതിഉ റബ്ബുക, അങ്ങയുടെ നാഥന് സാധിക്കുമോ, അയ്യുനസ്സില അലൈനാ മായിദത്തൻ മിനസ് സമാ, ഞങ്ങളുടെ മേലിൽ ആകാശത്തുനിന്നൊരു ഭക്ഷണത്തളിക ഇറക്കിത്തരാൻ. ഖാല, ഈസാ അലൈഹിസ്സലാം പറഞ്ഞു, ഇത്തഖുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം. ഇൻ കുന്തും മുഅ്മിനീൻ, നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ. അള്ളാഹുവിന് സാധിക്കുമോ എന്ന ചോദ്യം അതൊരു നിസ്സാരപ്പെടുത്തുന്ന ചോദ്യമായി പോകുമല്ലോ എന്ന ശുഷ്കാന്തിയിൽ നിന്നാണ് മഹാനായ ഈസാ അലൈഹിസ്സലാം അത്തരത്തിലൊരു പ്രയോഗം അവരോട് നടത്തുന്നത്. വാസ്തവത്തിൽ ആ ആളുകൾ, അപ്പോസ്തലന്മാർ, ഒരിക്കലും തന്നെ നിഷേധ സ്വരത്തിൽ, കഴിയോന്ന് വെല്ലുവിളിയുടെ സ്വരത്തിൽ ചോദിച്ചതല്ല, മറിച്ച് ഞങ്ങൾക്ക് അത്തരമൊരാവശ്യമുണ്ട് എന്ന് അവരുടെ ഒരു റിക്വസ്റ്റാണ്. പക്ഷേ ആ ചോദിച്ചതിന്റെ ശൈലി അല്പം ഗൗരവമായി പോയി എന്നേ ഉള്ളൂ. അങ്ങനെയുണ്ട്, ചോദ്യത്തിന്റെ ശൈലി മോശാവാൻ പാടില്ല, പക്ഷേ ഇവരുടെ ചോദ്യത്തിന്റെ ശൈലി അള്ളാഹ്ക്ക് കഴിയോന്നായിപ്പോയി. പക്ഷെ അവരുടെ ഉദ്ദേശശുദ്ധി മാനിച്ചുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ ആഗ്രഹം നടപ്പാക്കി കൊടുത്തു എന്നാണ് ഖുർആൻ പറയുന്നത്. ബഹുമാനപ്പെട്ട ഈ മാഇദയുടെ ചരിത്രം അഥവാ ഈ ഭക്ഷണത്തളികയുടെ ചരിത്രം ഉൾക്കൊള്ളുന്നത് കൊണ്ടാണ് ഈ സൂറത്തിന് സൂറത്തു മാഇദ എന്ന് നാമകരണം ചെയ്യപ്പെട്ടിട്ടുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ ഈസാ അലൈഹിസ്സലാമിന് നൽകിയിട്ടുള്ള വലിയ അമ്പരപ്പിക്കുന്ന ഒരു അത്ഭുതകരമായ മുഅ്ജിസത്താണ് ആകാശത്തുനിന്ന് ഭക്ഷണ സുപ്ര ഇറക്കിക്കൊടുത്തു എന്ന് പറയുന്നത് എന്നത് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഹവാരിയുകൾ ഓഹും അത്ബാഉ ഈസാ അലൈഹിസ്സലാം, ഇബ്നു കസീർ തന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തുന്നു, ഈസാ അലൈഹിസ്സലാമിന്റെ ഫോളോവേഴ്സാണ് ഈ ഹവാരിയുകൾ എന്ന് പറയുന്ന അപ്പോസ്തലന്മാർ. അവർ പറഞ്ഞു ഈസാ അലൈഹിസ്സലാമിനോട്, നിങ്ങളുടെ നാഥന് ഒരു സുപ്ര ഇറക്കിത്തരാൻ സാധിക്കുമോ, ഭക്ഷണമുള്ള ഒരു സുപ്ര ഇറക്കിത്തരാൻ സാധിക്കുമോ എന്ന് ചോദിച്ചു. ഇബ്നു കസീർ തന്റെ തഫ്സീറിൽ പറയുന്നു, അന്നഹും ഇന്നമാ സഅലു ദാലിക ലിഹാജതിഹിം വഫഖരിഹിം, അവർ ഈസാ അലൈഹിസ്സലാമിനോട് അങ്ങനെ ചോദിച്ചത് അവരുടെ ആവശ്യവും ദാരിദ്ര്യവും പരിഗണിച്ചുകൊണ്ടാണ്. അതാണ് ധിക്കാരത്തിന്റെ സ്വരമല്ല ചോദ്യം. പക്ഷെ ചോദിച്ചപ്പോൾ അതെന്തായി, ആ ശൈലി ഒരു ഔചിത്യബോധമില്ലാത്ത ശൈലിയായിപ്പോയി. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ഭക്ഷണം ഇറക്കിത്തരാൻ വേണ്ടി അവരാവശ്യപ്പെട്ടതാണ്. എന്ത്, ഫസഅലൂഹു യുനസ്സില അലൈഹിം, അവരുടെ മേലിൽ മായിദത്തൻ കുല്ലയൗമിൻ യഖ്താതൂന ബിഹാ, എല്ലാ ദിവസവും ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന ഒരു സുപ്ര അവർക്ക് ഇറക്കി കൊടുക്കണമെന്ന് അവരാവശ്യപ്പെട്ടു. തഖബ്ബൗന ബിഹാ അലൽ ഇബാദ, അങ്ങനെ ആ ഭക്ഷണം കഴിച്ചിട്ട് ഇബാദത്തിന് ശക്തി കിട്ടണമെന്നും അവർ ആഗ്രഹിച്ചു. അങ്ങനെയാണ് അവർ ചോദിച്ചത്. ഈസാ അലൈഹിസ്സലാം പറഞ്ഞു, ഇത്തഖുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം. ഇൻ കുന്തും മുഅ്മിനീൻ, നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ. അതായത് വലാ തസ്അലൂ ഹാദാ, ഇങ്ങനൊന്നും നിങ്ങൾ ചോദിക്കരുത്. കാരണം ഫഅസാഹു അയ്യകൂന ഫിത്നത്തൻ ലക്കും, അത് നിങ്ങൾക്കൊരു പരീക്ഷണമായി മാറിയാലോ. വതവക്കലു അലല്ലാഹി ഫീ തലബിർ റിസ്ഖി ഇൻ കുന്തും മുഅ്മിനീൻ, നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ ഭക്ഷണം തേടുന്നതിൽ നിങ്ങൾ അള്ളാഹുവിൽ ബരമേൽപ്പിക്കുക. ഇങ്ങനെ ഇറക്കിത്തരണമെന്ന് റൂട്ടൊന്നും നിങ്ങൾ പറയണ്ട. അള്ളാഹു തആലയോട് ഭക്ഷണം തരണം നിങ്ങൾ ആവശ്യപ്പെട്ടോളൂ, പക്ഷേ അതിന് റൂട്ട് നിങ്ങൾ നിശ്ചയിക്കണ്ട. അള്ളാഹു നിങ്ങളെ കൈവിടില്ല എന്ന ആ ഒരു തവക്കുലോടുകൂടെ ജീവിച്ചാൽ മതി എന്ന് ബഹുമാനപ്പെട്ട ഈസാ അലൈഹിസ്സലാം അവരോട് പറഞ്ഞു. പക്ഷെ ധിക്കാരത്തിന്റെ സ്വരത്തിലോ നിഷേധത്തിന്റെ സ്വരത്തിലോ അല്ല ഞങ്ങൾ ചോദിച്ചതെന്നും ആത്മാർത്ഥമായി ചോദിച്ചതാണെന്നും അവർ ഈസാ അലൈഹിസ്സലാമിന്റെ മുന്നിൽ പറയുകയാണ്. ഖാലു, അവർ പറഞ്ഞു, നുരീദു അൻ നഅകുല മിൻഹ, അതിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നു. ഐ നഹ്നു മുഹ്താജൂന ഇലൽ അക്ലി മിൻഹ, അത്തരമൊരു ദൈവിക ഭക്ഷണത്തിൽ നിന്ന് കഴിക്കാൻ ഞങ്ങൾ ആവശ്യക്കാരാണ്. കാരണം ബാഹ്യമായ സംവിധാനങ്ങളിലൂടെ ഭക്ഷണത്തിന്റെ സംവിധാനം നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നർത്ഥം. അതോടൊപ്പം തന്നെ തത്മഇന്ന ഖുലൂബുന, ഞങ്ങളുടെ ഹൃദയങ്ങൾ സമാധാനം കൊള്ളാനും, ഇദാ ഷാഹദിനാ നുസൂലഹാ റിസ്ഖൻ ലനാ മിനസ് സമാ, ആകാശത്തുനിന്ന് ഞങ്ങൾക്ക് ഭക്ഷണമായി ഞങ്ങൾ ആവശ്യപ്പെട്ടതുപോലെ നിങ്ങളുടെ പ്രാർത്ഥനയുടെ അടിസ്ഥാനത്തിൽ അല്ലാഹു തആല ഭക്ഷണം ഇറക്കി തരുന്നത്, ആ സുപ്ര ഇറങ്ങി വരുന്നത് ഞങ്ങൾ കണ്ടാൽ, അത് കാണുന്ന സമയത്ത് ഞങ്ങൾക്ക് മനസ്സിന് ഭയങ്കര സമാധാനം കിട്ടൂലേ. പണ്ട് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം പഠിച്ചവനെ എങ്ങനെയാ മരിച്ചവനെ ജീവിപ്പിച്ചതെന്ന് കാണിച്ചു തരണമെന്ന് ആവശ്യപ്പെട്ടില്ലേ? നിങ്ങൾക്ക് എന്താ വിശ്വാസം പോരെ എന്ന് അള്ളാഹു ചോദിച്ചോ പറഞ്ഞ എന്താ, വലാക്കില്ലേ തുമഇന്ന ഖൽബി, എന്റെ മനസ്സിന് സമാധാനം കിട്ടാനാണ്. അപ്പൊ ആ കാണുമ്പോ ഞങ്ങൾക്കുണ്ടാകുന്ന ആ ഒരു സംഗതി ഉണ്ടല്ലോ, അതിനുവേണ്ടി കൂടിയാണ് ഞങ്ങൾ ഇത് ആവശ്യപ്പെടുന്നത്. അതോടൊപ്പം അലമ അങ്കത് സ്വതക്കത്തന, നിങ്ങൾ ഞങ്ങളോട് പറഞ്ഞതൊക്കെ സത്യം തന്നെയാണെന്ന് ഞങ്ങൾക്ക് അനുഭവത്തിൽ അറിയാമല്ലോ. അതായത് നിങ്ങൾ പ്രവാചകനാണ്, അള്ളാഹിന്റെ സ്വന്തം ആളാണ്,
നിങ്ങളൊരു സംഗതി അള്ളാഹിനോട് ചോദിച്ചാൽ അള്ളാഹു തആല നിങ്ങൾക്കത് തരും എന്ന് ഞങ്ങൾ അനുഭവത്തിലൂടെ ഒന്ന് കാണുമ്പോൾ ഞങ്ങൾക്ക് എന്താ നിങ്ങൾ യോഗ്യനാണെന്ന് മനസ്സിലാക്കാമല്ലോ എന്ന് ഈസാ അലൈഹി ഇസ്ലാമിനോട് അവർ പറഞ്ഞു. എന്നുമാത്രമല്ല നകൂന അലൈഹ മിനശ് ഷാഹിദീൻ, ഞങ്ങൾ അതിന് സാക്ഷികളുമാകുമല്ലോ. അപ്പൊ അള്ളാഹുവിൽ നിന്നുള്ള നിങ്ങളുടെ നുബുവത്തിന് അതേപോലെ തന്നെ നിങ്ങൾ കൊണ്ടുവരുന്ന ആശയം സത്യമാണെന്നതിന് ഞങ്ങൾക്ക് കൂടി സാക്ഷ്യം വഹിക്കാനുള്ള ഒരു അവസരം ഉണ്ടായാൽ അത് ഞങ്ങളുടെ വിശ്വാസത്തിന്റെ വിശുദ്ധിക്ക് വലിയ മാറ്റുകൂട്ടുന്ന സംഗതിയായിരിക്കും. അതുകൊണ്ട് ചോദിച്ചതാണ്, അല്ലാതെ ഒരിക്കലും തന്നെ ഞങ്ങൾ ധിക്കാരത്തിന്റെ സ്വരത്തിൽ പടച്ചോനത് സാധിക്കില്ല എന്ന അർത്ഥത്തിൽ വെല്ലുവിളിച്ചതല്ല എന്നവർ അവരുടെ ചോദ്യത്തിന്റെ സത്യസന്ധമായിട്ടുള്ള നിലപാട് അവർ വിശദീകരിച്ചു. അപ്പൊ കാല ഈസാ അലൈഹി ഇസ്ലാം പറഞ്ഞു, ഈസാ അലൈഹി ഇസ്ലാം ഇബ്നു മറിയം അലൈഹി ഇസ്ലാം റളിയല്ലാഹു അൻഹയുടെ പുത്രൻ ഈസാ അലൈഹി ഇസ്ലാം പറഞ്ഞു, അല്ലാഹുമ്മ റബ്ബന അൻസിൽ അലൈനാ മാഇദത്തൻ മിനസ് സമാ, അല്ലാഹുവേ ഞങ്ങളുടെ നാഥനായ അല്ലാഹുവേ ആകാശത്തുനിന്ന് ഞങ്ങൾക്ക് നീ ഒരു ഭക്ഷണ സുപ്ര ഇറക്കി തരേണമേ. തകൂലുനാ ഈദൽ അവ്വലിനാ വആഖിരിനാ, ഞങ്ങളുടെ ആദ്യകാലക്കാർക്കും അവസാനകാലക്കാർക്കും അതൊരു ഉത്സവ ദിവസമാകും, ആഘോഷ ദിവസമാകും എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അങ്ങനെ നീ ഒരു ഭക്ഷണത്തളിക ഞങ്ങൾക്ക് ഇറക്കിത്തരികയാണെങ്കിൽ ആ ദിവസത്തെ ഞങ്ങൾ പ്രത്യേക ആഘോഷ ദിനമാക്കി ആ ദിവസത്തെ ഞങ്ങൾ നിനക്ക് ഇബാദത്തിന് വേണ്ടി മാറ്റിവെക്കുന്ന ഒരു സമീപനം ഞങ്ങൾ സ്വീകരിക്കും. അല്ലാഹു തആല ഒരു സവിശേഷമായ അനുഗ്രഹം ചെയ്തു കൊടുത്താൽ ആ അനുഗ്രഹത്തിന് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്ന, സന്തോഷങ്ങളിൽ പങ്കാളികളാകുന്ന ആ ദിവസത്തെ പ്രത്യേകം പരിഗണിക്കുന്ന സ്വഭാവം എന്ന് പറയുന്നത് അത് വിശ്വാസികളുടെ എല്ലാ കാലത്തുമുള്ള നിലപാടാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഈ ലോകത്തേക്ക് അല്ലാഹു തആല നിയോഗിക്കുന്നു അല്ലെങ്കിൽ പറഞ്ഞേക്കുന്നു എന്നത്, ഈ ലോകത്തേക്ക് റസൂലുള്ള ജനിക്കുന്നു എന്ന് പറയുന്നത് എന്തൊരു വലിയ അനുഗ്രഹമാണ്. ആ അനുഗ്രഹ ദിനത്തെ സന്തോഷത്തിന്റെ ദിനമാക്കി ആളുകൾ പ്രഖ്യാപിക്കേണ്ടത് വാസ്തവത്തിൽ അവരുടെ ഒരു ബാധ്യത തന്നെയല്ലേ. മഹാന്മാരായ ആളുകൾ അത് കൃത്യമായി വിശദീകരിക്കുകയും ചെയ്തിട്ടില്ലേ എന്ന് നമ്മളിവിടെ സാന്ദർഭികമായി ഞാൻ സൂചിപ്പിച്ചതാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ ആ സന്തോഷത്തിന്റെ ദിനം ഞങ്ങൾക്കൊരു ഉത്സവ ദിനമായി ഞങ്ങൾ മാറ്റും. അതിനുവേണ്ടി നീ ഞങ്ങൾക്കൊരു ഭക്ഷണത്തളിക ഇളക്കിത്തരണം. അതോടൊപ്പം തന്നെ ആയത്തം മിൻക, നിന്റെ ഭാഗത്തുള്ള ഒരു പ്രത്യേകമായ തെളിവ് ദൃഷ്ടാന്തം എന്ന നിലക്ക് എന്റെ ആവശ്യം നീ പരിഗണിച്ച് ഇവരുടെ മുന്നിൽ വെച്ച് അതിനൊരു സംവിധാനം ഉണ്ടാക്കി തന്നാൽ ഞാൻ അവരോട് പറയുന്നതൊക്കെ നിന്റെ നിർദ്ദേശപ്രകാരം തന്നെയാണെന്ന് ഇവർക്ക് ബോധ്യപ്പെടുമല്ലോ. അതുകൊണ്ട് നീ ഞങ്ങൾക്ക് പ്രത്യേകമായി വർദ്ദുഖന, നിന്റെ ഭാഗത്തുനിന്ന് ഞങ്ങൾക്ക് പ്രത്യേകമായി ഭക്ഷണം തരണം. വാൻത ഖൈറുർ റാസിഖീൻ, നീയാണ് ഭക്ഷണം നൽകുന്നവരിൽ ഏറ്റവും ഉത്തമൻ എന്ന് ബഹുമാനപ്പെട്ട ഈസാ അലൈഹി ഇസ്ലാം അള്ളാഹുവിനോട് ദുആ ചെയ്തു. ദുആ ചെയ്തപ്പോൾ അള്ളാഹു പറഞ്ഞു, അല്ല പറഞ്ഞു, ഇന്നി മുനസ്സിലുഹാ അലൈക്കും, ഞാൻ ആ ഭക്ഷണത്തളിക നിങ്ങൾക്ക് ഇറക്കിത്തരികയാണ്. പക്ഷേ ആ ഭക്ഷണത്തളിക നിങ്ങളൊരു തെളിവ് ആവശ്യപ്പെട്ടിട്ട് ആ തെളിവ് ഞാൻ തന്നാൽ പിന്നീട് ആ തെളിവിന്റെ സ്പിരിറ്റിന് വിരുദ്ധമായ വിധത്തിലുള്ള നിഷേധമുണ്ടാകുന്നത് അത് കടുത്ത ധിക്കാരമാണ്. ആ ധിക്കാരം ഞാൻ സഹിക്കില്ല എന്ന് അല്ലാഹു പറയാണ്. ഇന്നി മുനസ്സിലുഹാ അലൈക്കും, ഞാൻ നിങ്ങൾക്കത് ഇറക്കിത്തരാം. പക്ഷെ ഫമൻ യക്ഫുർ ബഅദു മിൻകും, അതിനുശേഷം നിങ്ങളിൽ നിന്ന് ആരെങ്കിലും സത്യനിഷേധം സ്വീകരിച്ചാൽ, അതായത് ഫമൻ കദ്ദബ ബിഹാ മിൻ ഉമ്മത്തിക യാ ഈസാ വആനദഹാ, ആ തെളിവ് കണ്ടിട്ടും നിങ്ങളുടെ സമൂഹത്തിൽ നിന്ന് ആരെങ്കിലും അതിനെ കള്ളമാക്കുകയോ അതിനോട് മത്സരിക്കുകയോ ചെയ്താൽ ഫഇന്നി ഉഅദ്ദിബുഹു അദാബൻ, അവനെ ഞാൻ ഒരു തരം ശിക്ഷ ശിക്ഷിക്കും. ലാ ഉഅദ്ദിബുഹു അഹദൻ മിനൽ ആലമീൻ, ലോകത്ത് മറ്റാർക്കും നിങ്ങളുടെ കാലത്ത് മറ്റാർക്കും നൽകാത്ത വിധത്തിലുള്ള ശിക്ഷ ഞാൻ അവർക്ക് നൽകുക തന്നെ ചെയ്യുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. അള്ളാഹുവിനോട് ഒരു തെളിവ് നമ്മൾ ചോദിച്ചിട്ട് ആ തെളിവ് കിട്ടിയതിനു ശേഷവും അങ്ങേയറ്റം ധിക്കാരത്തിന്റെയും നിഷേധത്തിന്റെയും നിലപാട് സ്വീകരിക്കുക എന്നത് അത് ഗുരുതരമായ പ്രശ്നമാണ്. ഇബ്നു കസീർ തന്റെ തഫ്സീറിൽ ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ വിശദീകരിക്കുന്നുണ്ട്. മഹാനായ ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു ഇബ്നു അബ്ബാസ് തങ്ങളിൽ നിന്ന് ഉദ്ധരിച്ചൊരു സംഭവം, അതായത് ഖുറൈശികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വന്നിട്ട് പറഞ്ഞു, ഉദൂലനാ റബ്ബക യജഅൽ ലനാ സഫാ ദഹബ, സഫാ പർവ്വതം സ്വർണമാക്കി തരാൻ ഞങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിനോട് നിങ്ങൾ ദ്വാർക്കണം, എന്നാ അവൻ ഉഅ്മിനു ബിക, നിങ്ങളെ കൊണ്ട് ഞങ്ങൾ വിശ്വസിക്കാമെന്ന്. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ചോദിച്ചു, തഫ്അലൂൻ, നിങ്ങളത് ചെയ്യുമോ, അത് നടപ്പാക്കുമോ എന്ന് ചോദിച്ചു. ഖാലൂ നഅം, അവർ പറഞ്ഞു അതെ ഞങ്ങൾ നടപ്പാക്കിക്കോളാം, ഞങ്ങൾ വിശ്വസിച്ചോളാം. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിനോട് ദ്വാർന്നു, പടച്ചോനെ സഫാ പർവ്വതത്തെ നീ സ്വർണമാക്കി തരണമെന്ന്. അപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് നബി തങ്ങളോട് പറഞ്ഞു, നബിയെ, അള്ളാഹു തങ്ങൾക്ക് സലാം പറയുന്നുണ്ട്, തങ്ങളോട് അള്ളാഹു ചോദിക്കുകയും ചെയ്യുന്നുണ്ട്, തങ്ങൾക്ക് വേണമെങ്കിൽ സഫാ പർവ്വതത്തെ സ്വർണമാക്കി തരാം,
പക്ഷേ സ്വർണമാക്കി തന്നതിന് ശേഷം അവരുടെ കൂട്ടത്തിൽ നിന്ന് ആരെങ്കിലും നിഷേധികളായാൽ, വിശ്വാസത്തിന്റെ സ്പിരിറ്റിന് വിരുദ്ധമായ നിലപാട് സ്വീകരിച്ചാൽ അവരുടെ മേലെ ഞാൻ കടുത്ത ശിക്ഷ അവതരിപ്പിക്കും. അതേസമയത്ത് ഞാൻ വേണമെങ്കിൽ അത്തരമൊരു അവരാവശ്യപ്പെട്ടത് അങ്ങനെ തന്നെ അവതരിപ്പിക്കാതെ ഫതഹത്തുലഹും ബാബ തൗബത്തി വറഹ്മ, കാരുണ്യത്തിന്റെയും പശ്ചാത്താപത്തിന്റെയും കവാടം ഞാൻ തുറന്നിടാം. അഥവാ ഇടക്കെങ്കിലും നിഷേധങ്ങൾ ഉണ്ടായവന് എപ്പോഴെങ്കിലും സൽബുദ്ധി വരുന്നുവെങ്കിൽ അവരെ കൂടി സ്വീകരിക്കാൻ പറ്റും വിധത്തിലുള്ള പശ്ചാത്താപത്തിന്റെയും കാരുണ്യത്തിന്റെയും കവാടം തുറന്നിടാം. രണ്ട് ഓപ്ഷൻ തങ്ങളുടെ മുന്നിൽ വെക്കുകയാണ്. ഒന്നുകിൽ അവരാവശ്യപ്പെട്ടതുപോലെ സഫാ കുന്നിനെ ഞാൻ നിങ്ങൾക്ക് സ്വർണമാക്കി തരാം. പക്ഷെ സ്വർണമാക്കി തന്നാൽ പിന്നെ വിശ്വസിക്കാത്ത ആരെങ്കിലും, അത് കണ്ടിട്ട് വിശ്വസിക്കാത്തവരെ പിന്നെ ഞാൻ വെറുതെ വിടില്ല. അതേസമയത്ത് അത്തരമൊരു ആവശ്യം പരിഗണിക്കാതെ അല്ലാഹു തആല മറ്റു തെളിവുകൾ തന്നാൽ വീണ്ടും വീണ്ടും വിശ്വാസത്തിലേക്ക് വരാനുള്ള അവസരമുണ്ടാക്കി തരാം, എന്ത് വേണമെന്ന് ചോദിച്ചു. നബി തങ്ങൾ പറഞ്ഞു, കാരുണ്യത്തിന്റെയും തൗബയുടെയും വാതില് തുറന്നാൽ മതി. അവരാവശ്യപ്പെട്ടത് അങ്ങനെ തന്നെ കൊടുത്തിട്ട് അവരുടെ കൂട്ടത്തിൽ നിന്ന് ചിലർക്കൊരു ക്യാപിറ്റൽ പണിഷ്മെന്റ് കിട്ടുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമ്മത്തിനോടുള്ള കാരുണ്യം കൊണ്ട് പ്രഖ്യാപിച്ചു എന്ന് ഇബ്നു കസീർ തന്റെ തഫ്സീറിൽ ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ വിശദീകരിക്കുന്നുണ്ട്. ഇത് നമ്മളെല്ലാവരും കൃത്യമായി ഉൾക്കൊള്ളേണ്ട ഒരു കാര്യമാണ്. അല്ലാഹുവിനോട്, അവന്റെ പ്രവാചകന്മാരോട് നമ്മളൊരു തെളിവ് ആവശ്യപ്പെടുക. ആ തെളിവ് കിട്ടിയതിനു ശേഷം ആ തെളിവിന് നേരെ കൊഞ്ഞനം കുത്തുക. അത് കടുത്ത ധിക്കാരവും അങ്ങേയറ്റത്തെ നിഷേധാത്മകമായ നിലപാടുമാണ്. അത് കടുത്ത ശിക്ഷയും അതേപോലെ തന്നെ പടച്ചതമ്പുരാന്റെ കടുത്ത കോപവും നമ്മിലേക്ക് വിളിച്ചു വരുത്തുന്ന അങ്ങേയറ്റത്തെ ധിക്കാരമാണ്. അത്തരമൊരു സമീപനം ഉണ്ടാവാൻ പാടില്ല. അങ്ങനത്തെ സമീപനം സ്വീകരിച്ചവർക്കെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല കഠിനമായ ശിക്ഷ കൊടുത്തിട്ടുണ്ട്. സാലിഹ് നബി അലൈഹി ഇസ്ലാമിന്റെ ഒട്ടകത്തെ അറുത്ത സമൂദ് ഗോത്രക്കാരുടെ ദയനീയ ചിത്രം ഖുർആൻ പറയുന്നുണ്ട്. അല്ലാഹു നമ്മെ നല്ലവരിൽ ഉൾപ്പെടുത്തട്ടെ. ആമീൻ. വസല്ലല്ലാഹു അലൈഹി നബിയിൽ മുസ്തഫ മുഹമ്മദിൻ വആലിഹി വസഹബിഹി വസല്ലം. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.